ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഓട്ടിസത്തിന്റെ റെഡ് ഫ്ലാഗ് സിംറ്റത്തിനെ കുറിച്ചിട്ടാണ്. ഇത് എല്ലാ പേരൻസും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ഹായ്, ദിസ് ഈസ് ഡോക്ടർ ആര്യദേവി. റെഡ് ഫ്ലാഗ് സിംറ്റംസ് എന്ന് പറയുന്നത് 3 കാറ്റഗറിയിൽ പെടുന്ന ലക്ഷണങ്ങളാണ്. ഒന്നാമത്തെ കാര്യം കമ്മ്യൂണിക്കേഷന് വരുന്ന പ്രോബ്ലംസ് ആണ്. അതായത് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കുട്ടികളുടെ പേര് വിളിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ നമ്മുടെ മുഖത്തേക്ക് നോക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും കുട്ടികൾ കോപ്പി ചെയ്യാറുണ്ട്. അതായത് നമ്മൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറയുകയാണെങ്കിൽ അവർ തിരിച്ച് അതുപോലെ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓട്ടിസം ഉള്ള കുട്ടികളിൽ കുറവായിരിക്കും. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വളരെയധികം പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. അത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കാറില്ല. രണ്ടാമത്തെ കാര്യം സോഷ്യൽ ബിഹേവിയർ ആണ്. അതായത് ഓട്ടിസം ഉള്ള കുട്ടികൾ സോഷ്യൽ ബിഹേവിയർ അവർക്ക് കുറവായിരിക്കും. അവർ അവരുടേതായിട്ടുള്ള ഒരു ലോകത്തേക്ക് ഒതുങ്ങി പോവാറാണ് പതിവ്. മൂന്നാമത്തെ കാര്യം സ്റ്റീരിയോടൈപ്പിക് ബിഹേവിയർ എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറിനെ സമീപിക്കുകയും പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുകയും ചെയ്യണം. കാരണം ഞാനൊരു ലിങ്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു ലിങ്കിൽ കയറി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.